നമസ്കാരം. സിറിയയിൽ വിമതർ ഭരണം പിടിച്ചതിന് പിന്നാലെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. പ്രസിഡന്റ് ബഷാറുൽ അസദ് രാജ്യം വിട്ടതിന് പിന്നാലെ ഇസ്രായേൽ 200-ലേറെ കേന്ദ്രങ്ങളിലാണ് വ്യോമാക്രമണം നടത്തിയത്. പ്രധാനമായും സിറിയയുടെ സൈനിക വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന ഇടങ്ങളെയാണ് ലക്ഷ്യം വെച്ചത്. ഡമാസ്കസ് ഉൾപ്പെടെ 4 പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. വിമാനത്താവളങ്ങൾക്ക് നേരെയും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി. 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സിറിയയിലെ 250-ലേറെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്നും ഇയാൾ അവകാശപ്പെട്ടു. ഡമാസ്കസിന് പുറമെ തുറമുഖ നഗരമായ ലദാഖിയെയും ധാരയും ആക്രമിക്കപ്പെട്ടു. അസദ് സർക്കാരിന്റെ രാസായുധങ്ങളും ദീർഘദൂര റോക്കറ്റുകളും സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇവ തീവ്രവാദികളുടെ കയ്യിലെത്താതിരിക്കാനാണ് ഇത് ചെയ്തതെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗെദയോൻ സാർ പറഞ്ഞു. രാസായുധ ശേഖരം ഉപേക്ഷിക്കാമെന്ന് സിറിയ 2013 സമ്മതിച്ചിരുന്നു. എന്നാൽ സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ഗോലാൻ കുന്നുകൾക്ക് സമീപത്തെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി നടപടികൾ സ്വീകരിച്ചുവെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഭരണം പിടിച്ചെടുത്ത വിമതർ രാജ്യത്ത് ചൂടുറപ്പിക്കും മുൻപാണ് ഇസ്രായേലിന്റെ ആക്രമണം. ഗോലാൻ കുന്നുകളിൽ തങ്ങളുടെ അവകാശവാദം അരക്കിട്ടുറപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. അതേസമയം അസദിനെ വിമതർ അട്ടിമറിച്ചെങ്കിലും സിറിയൻ സർക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി തിങ്കളാഴ്ച പറഞ്ഞു. ആഭ്യന്തര യുദ്ധകാലത്ത് പലായനം ചെയ്തവർ സമാധാനമുള്ള ഭാവി പ്രതീക്ഷിച്ച് അയൽ രാജ്യങ്ങളിൽ നിന്ന് സിറിയയിലേക്ക് തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. വിമത മുന്നേറ്റം നടന്ന ഡമാസ്കസ് തിങ്കളാഴ്ച പൊതുവെ ശാന്തമായിരുന്നു. ഭൂരിഭാഗം കടകളും സർക്കാർ സ്ഥാപനങ്ങളും തുറന്നില്ല. കവലകളിൽ ആളുകളുടെ ചെറുകൂട്ടങ്ങൾ അസദിന്റെ പതനം ആഘോഷിച്ചു. ഗതാഗത തടസ്സം ഉണ്ടായിരുന്നെങ്കിലും പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ല. ചിലയിടങ്ങളിൽ ആയുധമേന്തിയ സംഘങ്ങൾ തെരുവുകളിൽ നിലയുറപ്പിച്ചിരുന്നു. അതിനിടെ അസദിന്റെ സഹോദരനും സൈന്യത്തിന്റെ 4ാം ആർമേഡ് ഡിവിഷന്റെ തലവനുമായ മെഹറിന്റെ സഹായി മേജർ ജനറൽ അലി മഹ്മൂദിന്റെ മൃതദേഹം ഡമാസ്കസിലെ ഓഫീസിൽ കണ്ടെത്തി. മഹ്മൂദ് കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് വ്യക്തമല്ലെന്ന് യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു. 2011 അസദിനെതിരെ ഉയർന്ന ബഹുജന പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചയാളാണ് മെഹർ. ഇതിനിടെ സിറിയ പിടിച്ചെടുത്ത അഹമ്മദ് അൽ ഷെറായിയുടെ നേതൃത്വത്തിലുള്ള വിമത സഖ്യത്തിൽ അസ്വസ്ഥതകൾ നിഴലിട്ട് തുടങ്ങി. തുർക്കിയുടെ പിന്തുണയുള്ള വിമത സഖ്യമായ സിറിയൻ നാഷണൽ ആർമി വടക്കൻ സിറിയയിൽ കുർദ് സേനയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മൻജിദ് പിടിച്ചെടുത്തു. യുഎസിന്റെ പിന്തുണയുള്ള കുർദിഷ് സേനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രദേശമാണ് മൻബിജ്. കിഴക്കൻ സിറിയയിലെ അൽമിസ്രിയിൽ തുർക്കി ഡ്രോൺ ആക്രമണം നടത്തിയെന്നും 6 കുട്ടികൾ ഉൾപ്പെടെ 12 പേർ മരിച്ചെന്നും IDF പറഞ്ഞു. ആഭ്യന്തര യുദ്ധകാലത്ത് അസദിനെതിരെ പോരാടിയ വിമത സംഘങ്ങൾക്കിടയിൽ അദ്ദേഹം പുറത്തായ ശേഷവും ഭിന്നത നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് SNA മൻബിജ് പിടിച്ചതിനെ കാണുന്നത്. അതേസമയം സിറിയയിലെ രാഷ്ട്രീയ മാറ്റത്തെ സ്വാഗതം ചെയ്ത് നാറ്റോയും രംഗത്ത് വന്നതോടെ ലോകരാജ്യങ്ങൾ പുതിയ സർക്കാരിനെ അംഗീകരിക്കാനുള്ള സാധ്യതയാണ് വർദ്ധിച്ചത്. സുതാര്യവും സമാധാനപരമായ ഭരണമാറ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പുതിയ സർക്കാരിൽ എല്ലാ വിഭാഗം രാഷ്ട്രീയ കക്ഷികൾക്കും പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് നാറ്റോ മേധാവി മാർക്ക് റൂട്ട് പറഞ്ഞു. സിറിയയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഇറാനും റഷ്യയ്ക്കും പങ്കുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ഭരണമാറ്റത്തിൽ ഇന്ത്യയും പ്രത്യാശ പ്രകടിപ്പിച്ചു. സിറിയയിലെ രാഷ്ട്രീയ മാറ്റം സമാധാനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. ആ രാജ്യത്ത് സ്ഥിരതയുള്ള സംവിധാനത്തിനാകണം മാറ്റങ്ങളെന്നും വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. സിറിയയിൽ സംഭവവികാസങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഡമാസ്കസിലെ ഇന്ത്യൻ എംബസി അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി അവരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം തുടർന്നു. അതേസമയം സിറിയയിലെ സംഭവവികാസങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നതായി അറബ് രാജ്യങ്ങളും വ്യക്തമാക്കി. മിക്ക രാജ്യങ്ങളും ഇപ്പോഴത്തെ നീക്കത്തെ സ്വാഗതം ചെയ്തു. ജനങ്ങളുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും രാഷ്ട്രങ്ങൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. അതിനിടയിൽ സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിലെ ഇസ്രായേൽ ഇടപെടലിനെ ഖത്തർ അപലപിച്ചു. സിറിയയിൽ ഐക്യവും സഹവർത്തിത്വവും നിലനിർത്താനാണ് സൗദി ആഹ്വാനം ചെയ്തത്. ദേശീയ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും തകർക്കപ്പെടാതിരിക്കാനും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനും സ്വീകരിച്ച സമീപനങ്ങളിൽ സൗദി സംതൃപ്തി രേഖപ്പെടുത്തി.